അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. احفظ لسانك أيها الإنسان لا تلدعنك إنها ثعبان. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരും ഉമ്മമാർ, സഹോദരിമാർ, കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാനിലും അതിനു മുമ്പൊക്കെ നാം ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു എല്ലാ തെറ്റുകളും പരിഹരിച്ച് അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വേണ്ടപ്പെട്ട പലവരും നമ്മൾ വിട പറഞ്ഞുപോയി. അല്ലാഹു എല്ലാവരുടെയും ബർസഖി ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയൊക്കെ ഈ വിശുദ്ധ റമളാനിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സ്വർഗ്ഗലോകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നാവിൻ്റെ വിനകൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് നാവ് എന്ന് പറയുന്നത്. ഒരു അത്ഭുത സൃഷ്ടിയാണ് നമ്മുടെ നാവ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. നമുക്ക് ഒരു കാര്യം, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൊരു കാര്യം ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനും നാവിന് സാധ്യമാകും. നമ്മൾ റിയലി ശരിക്കും നമ്മൾ കണ്ട ഒരു വസ്തുവാണ്, പക്ഷേ നമ്മളോട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് ഇല്ല എന്ന് പറയാൻ നമ്മൾ നാവിനെ കൊണ്ട് സാധ്യമാകും. കാണാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് സമർത്ഥിക്കാനും നമുക്ക് സാധ്യമാകും. നാം ഒരു സാധനം നമ്മുടെ കൈകളെ കൊണ്ട് എടുത്തു, ആ എടുത്തത് ഇല്ല എന്ന് പറയാനും എടുക്കാത്തത് എടുത്തിട്ടുണ്ടെന്ന് പറയാനും ഒക്കെ കഴിയുന്ന ഒരു അവയവമാണ് നാം. നമ്മൾ കൈകൊണ്ട് ആംഗ്യഭാഷ കാണിക്കുകയോ കണ്ണുകൊണ്ട് താളം കാണിക്കുകയോ ഒന്നുമല്ല, പക്ഷേ അവയവങ്ങൾ ചെയ്ത ഒരു അവയവം ചെയ്തത് ഇല്ല എന്ന് സമർത്ഥിക്കാനും ഉണ്ട് എന്ന് സമർത്ഥിക്കാനൊക്കെ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് തന്നെ നാവിനെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമുക്ക് നാവ് നൽകിയിട്ടുള്ളത്? ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നൽകിയതുപോലെ തന്നെ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അതിന് ചില കടമകളും കടപ്പാടുകളും ഉണ്ട്. അത് അതിൻ്റെതായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക, എന്നാൽ നമുക്ക് വിജയിക്കാൻ സാധ്യമാകും. അതുകൊണ്ടാണല്ലോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിലുള്ള 2 അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ
അവർക്ക് നിങ്ങൾ സൂക്ഷിക്കുമെന്ന് എനിക്ക് ജാമ്യം തന്നാൽ, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചതിൽ ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. ആ നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗം ലഭിക്കുകയും അതിനെ സൂക്ഷിക്കാതിരുന്നാൽ അതിൻ്റെ വിപരീത ഫലം അനുഭവിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചില കാരണങ്ങൾ പറഞ്ഞെടുത്ത് നാവിനെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. കാരണം നമ്മളിൽ പലവരും മുസ്ലിം ബാപ്പ ഉമ്മമാരിലൂടെ മുസ്ലിം തറവാട്ടിൽ ജനിച്ച് മുസ്ലിമായി തന്നെ പേര് മുസ്ലിം നാമം വെച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ നിസ്കരിച്ച് മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോഴും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചില സംസാരങ്ങൾ എന്തും പറയാൻ പറ്റുന്ന ഒരു അവയവമായിട്ടാണ് നാം അതിനെ കണ്ടിട്ടുള്ളത്. ആരെയും ചീത്ത പറയാം, ആരെയും ഉപദ്രവിക്കാം, ആരോടും തർക്കിക്കാം, ആരെയും വില കുറച്ച് കാണാം. എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവയവമായിട്ട് നമ്മൾ കാണുകയും ഈ കാലഘട്ടത്തിൽ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ, അതിൽ വലിയവരെന്നോ അല്ലെങ്കിൽ യുവാക്കളെന്നോ കൗമാരക്കാരെന്നോ യുവതികളെന്നോ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ല. നോക്കൂ, നിങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ടൗണുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകളുടെ മുമ്പിലൊക്കെ ചില ആളുകൾ ഒരു മൈക്കും അതുപോലെ തന്നെ ഒരു ക്യാമറയും തൂക്കിപ്പിടിച്ച് വന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതൻ ഒരു നിയമം പറഞ്ഞാൽ, ഒരു വിധി പറഞ്ഞാൽ അതിനെ കൊഞ്ഞനം കുത്തുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ ആരെല്ലാം മുസ്ലിം സമുദായത്തിലുണ്ടോ അതെല്ലാം തേടിപ്പിടിച്ച് പ്രത്യേകിച്ച് യുവാക്കളുടെ യുവതികളുടെ അടുക്കലേക്ക് ചെല്ലുന്ന ചില ക്യാമറാമാന്മാരും അതുപോലെ തന്നെ ചില ആളുകളും അവർ ചെന്നിട്ട് നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥിനികൾ ഇരിക്കുന്നിടം തിരഞ്ഞു നടന്ന് അവിടെ ചെന്ന് അവർ ചോദിക്കുകയാണ്, എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അവരങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടയിൽ ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുകയും അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് വാസ്തവം എന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ കൂടി പണ്ഡിതന്മാരെ തേജോവധം ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ മതത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മുടെ വിദ്യാർത്ഥിനികളുടെ ഇടയിൽ ചെന്നുകൊണ്ട് അവർ പറയുന്നത് നാം ഒരിക്കലും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വിശുദ്ധ മതം അതിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും വന്നിട്ടുള്ളത്. അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെതായ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് പകരം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലായിരിക്കണം എൻ്റെ മതം ഇസ്ലാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇന്ന് കാലം നിൽക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. അങ്ങനെ ചെന്ന് ചോദിക്കുമ്പം അവരുടേതായ താല്പര്യങ്ങൾ അനുസരിച്ച് അവർ പറയും അതൊന്നും ശരിയല്ല, ഇങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്, ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മതത്തിൻ്റെ മൂല്യങ്ങളെ അതിൻ്റെ വിധിവിലക്കുകളെ അതിനെ മുഴുവനും കാറ്റിൽ പറത്തുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആ വാക്കുകളൊക്കെ നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോവാൻ അതൊക്കെ ഒരു കാരണമായി തീരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ കാരണങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ തന്നെ ചിലപ്പോൾ നമ്മളത് അറിഞ്ഞോളണമെന്നില്ല. നമ്മളിങ്ങനെ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഈമാൻ തെറ്റിപ്പോയ കാര്യം നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെ ഈമാൻ തെറ്റിപ്പോയ നാം എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുകയില്ല. വിശ്വാസികളല്ലാത്ത ആളുകൾ, ഇപ്പം നമ്മുടെ നാടുകളിൽ നോമ്പനുഷ്ഠിക്കുന്ന നമ്മുടെ ഇതര മതത്തിൽപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളെ കാണാം. അതുപോലെ തന്നെ മറ്റുള്ള മതത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ള ആളുകളെ കാണാം. മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്. അത് ചെയ്യുമ്പോൾ അവർക്ക് ശാരീരികമായ ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കുമെന്നതിലപ്പുറത്തേക്ക് അല്ലാഹുവിൻ്റെ പക്കൽ നിന്ന് അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് അല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു അമൽ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു
മുഅ്മിനിൽ നിന്നാണ് അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾ ചെയ്താൽ അതിന് ദുന്യാവിൽ അല്ലാഹു തആല അതിന് പ്രതിഫലം അല്ലാഹു തആല കൊടുത്തുടായൊന്നുമില്ല. റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് നമുക്കറിയാം, അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന മതം അല്ലാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആവുക, മുസ്ലിം ആവുക, മുഅ്മിനാവുക എന്നൊരു കാര്യം, അങ്ങനത്തെ ആളുകളിൽ നിന്നാണ് അല്ലാഹു തആല കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കാം. നാവിനെ സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അമലുകളൊക്കെ ബാത്തിലായി പോകും. നമ്മൾ ചെയ്ത അമലുകളുടെ സൽക്കർമ്മങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ സംജാതമാകും. അങ്ങനത്തെ ഒരു ദിവസം വരും എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അമലുകൾ നമ്മളിങ്ങനെ പറയാണ്, പഠിച്ചാൽ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളെ സംബന്ധിച്ചല്ലോ പറയുന്നത്. നാവിന് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ, ചില കാര്യങ്ങൾ കാരണം നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അത് ഐബത്ത്, നമീമത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ നമ്മുടെ അമലുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. റബ്ബിൻ്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ അമലുകളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഏടുകൾ നോക്കുന്ന സമയത്ത് അതിൽ ഒന്നും കാണൂല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അത് മുഴുവനും വാങ്ങിച്ചെടുക്കാൻ ആളുകൾ അതിന് തയ്യാറായിട്ട് നിൽക്കുകയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ അമലുകളുടെ പ്രതിഫലങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട അവയവമാകുന്ന നാവ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് നാവിനെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. ഈ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. പകുതിയിലധികം നോമ്പ് കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നോമ്പ് കഴിയും, പെരുന്നാളും കഴിയും. നമ്മൾ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും കടക്കും. അങ്ങനെ നമ്മൾ കടക്കരുത്. ഈ റമളാനിൽ നേടിയെടുത്തിട്ടുള്ള ചൈതന്യം, ആ ഒരു തഖ്വ, ആ ഒരു ഭയഭക്തി നമ്മൾ ജീവിതത്തിലുടനീളം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചു. നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നു, വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പട്ടിണി കിടക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നമ്മൾ പട്ടിണി കിടക്കുക എന്നുള്ളത് കൊണ്ട് അല്ലാഹുവിന് അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, കളവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് അവൻ അനുഷ്ഠിക്കുന്ന നോമ്പുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു തആലാക്ക് ഒരു ആവശ്യവും ഇല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ പട്ടിണി കിടന്ന്, നമ്മൾ ആ കിടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റുള്ള ആളുകൾ ഗീബത്ത്, നമീമത്ത് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി, കളവ് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പട്ടിണി കൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. മറിച്ച് നമുക്കതുകൊണ്ട് പ്രയാസങ്ങൾ വരിക എന്നതിന് അപ്പുറത്തേക്ക് അതുകൊണ്ട് നോമ്പിൻ്റെ പ്രതിഫലമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ അമല് മുഴുവനും അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് നാം ഓരോരുത്തരും നാവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും കളവ് പറയുന്നതിനെ വെറുത്തിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, റോമൻ ചക്രവർത്തി ഹിർക്കൽ രാജാവിൻ്റെ അടുക്കൽ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് ഒരിക്കൽ എത്തി. അവിടുന്ന് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് സത്യസന്ധമായ മറുപടിയായിരുന്നു അബൂ സുഫിയാൻ ഇബ്നു ഹർബ് കൊടുത്തിരുന്നത്. കാരണം അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാതെ വെറുപ്പുള്ള, ദേഷ്യമുള്ള ഒരു ശത്രുവാണ്. പക്ഷേ എന്നിട്ടും ഹിർക്കൽ രാജാവിൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് അബൂ സുഫിയാൻ സത്യം മാത്രം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അബൂ സുഫിയാൻ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ അവിടെ കളവ് പറയാൻ തുനിഞ്ഞാൽ, ജനങ്ങൾക്കിടയിൽ ഞാൻ കളവ് പറയുന്നവനാണ് എന്നുള്ള ഒരു ധാരണ എത്തിക്കഴിഞ്ഞാൽ അതെനിക്ക് വളരെ മോശമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെയധികം ശത്രുതയുള്ള അബൂ സുഫിയാൻ പോലും നബി തങ്ങളുടെ കാര്യത്തിൽ സത്യം പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ
അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജാഹിലിയ കാലത്ത് പോലും ധാരാളം തമ്മാടിത്തരങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും കളവ് പറയുന്നതിൽ അവർ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ആളുകൾക്കിടയിൽ കളവ് പറയുമ്പോൾ നമ്മൾ കളവ് പറയുന്നവരാണ് എന്ന് അവർ വിലയിരുത്തുമെന്നുള്ള പേടി. അപ്പം ഇങ്ങനത്തെ ഒരാളിൽ നിന്ന് കളവ് പറയുന്ന മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുടെ നോമ്പും സൽക്കർമ്മങ്ങളും ഒന്നും അല്ലാഹു തആലക്ക് വേണ്ട എന്ന് അല്ലാഹു തആല പറയാണ്. അതുകൊണ്ട് തന്നെ നാവിനെ നമ്മൾ നല്ല രൂപത്തിൽ സൂക്ഷിക്കണം. സത്യം പറയുക എന്നുള്ളത്, സത്യം പറഞ്ഞാൽ അത് നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോവുകയും നന്മ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കളവ് പറയുക എന്നുള്ളത് തിന്മയിലേക്ക് നമ്മളെ എത്തിക്കുകയും ആ തിന്മ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലാക്കണം. സത്യം പറയൽ നന്മയിലേക്ക് നമ്മളെ എത്തിക്കുമെങ്കിൽ കളവ് പറയൽ തിന്മയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ എൻ്റെ വക പറയല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പം സത്യം പറഞ്ഞാൽ നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും കൊണ്ടുപോകും, കളവ് പറഞ്ഞാൽ തിന്മയിലേക്കും തിന്മ നരകത്തിലേക്കും കൊണ്ടുപോകുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പം നമ്മുടെ ചില സംസാരങ്ങൾ അത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് മഹത്തുക്കളൊക്കെ പറയുന്നത്, മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാവ് ഹൃദയത്തിൻ്റെ പിന്നിലാണ് എന്നുള്ളതാണ്. നല്ല ആളുകൾ, സജ്ജനങ്ങളുടെ, ബുദ്ധിമാന്മാരുടെ അല്ലെങ്കിൽ നല്ല ആളുകളുടെ നാവ് ഹൃദയത്തിൻ്റെ പിന്നിലായിരിക്കും. കാരണം അവർ ഏതൊരു കാര്യം പറയുമ്പോഴും ആദ്യം ഒന്ന് ചിന്തിക്കും, എന്നിട്ടായിരിക്കും അവർ പറയുക. എന്നാൽ വിവരമില്ലാത്തവരുടെ, ദുർജനങ്ങളുടെ നാവ് ഹൃദയത്തിന് മുമ്പിലായിരിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അവർ ചിന്തിക്കുകയുള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ നാവ് എവിടെയാണ്, ഹൃദയത്തിൻ്റെ മുമ്പിലാണോ പിന്നിലാണോ എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തണം. അള്ളാഹു നമ്മുടെ നാവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന നാവാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നാവിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അതിൻ്റെ കർമ്മങ്ങളൊക്കെ, അമലുകളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഓ നബിയെ, സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, സ്വർഗം ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ടാവും. ആ ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്താൽ സ്വർഗത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാം എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം ഓർമ്മപ്പെടുത്തി തരട്ടെ, ഞാനൊരു കാര്യം നിനക്ക് പറഞ്ഞു തരട്ടെ. ആ ഒരു അവയവം നീ സൂക്ഷിക്കണം, അതിനെ നീ പിടിച്ചു കെട്ടണം. എന്നാൽ മാത്രമാണ് ഈ ചെയ്ത കാര്യങ്ങളുടെ ഒക്കെ പ്രതിഫലം നിനക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നീ സ്വർഗത്തേക്ക് കടക്കുകയുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞിട്ട് പറയുന്നു. അതേതാണെന്നറിയുമോ? നിന്റെ നാവാണ്. ആ നാവെന്ന് പറയുന്ന അവയവത്തെ നീ സൂക്ഷിക്കണം. നന്മകൾ ചെയ്യാൻ നമുക്ക് പ്രയാസം ഉണ്ടായിക്കോളും, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നിസ്കാരം നമുക്ക് ചിലപ്പോൾ 5 വക്ത് നമ്മൾ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഖുർആനോതും, ചിലപ്പോൾ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുള്ളത്, ഓ മുആദ്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ റബ്ബ് സ്വീകരിക്കപ്പെടണമെങ്കിൽ നീ സൂക്ഷിക്കേണ്ട ഒരു അവയവമുണ്ട്. അതേതാണ്? അത് നിന്റെ നാവാണ്. അതിനെ നീ സൂക്ഷിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മളിപ്പോൾ ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുവരെ നമ്മൾ സംഭവിച്ചിട്ടുള്ള സർവ്വ തെറ്റുകളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. നാവ് കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറയാം. നോക്കി നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് പോകുന്ന ആളുകളുണ്ടാകും. സഹോദരിമാർ പിന്നെ ജുമാഅക്കൊന്നും പോകുന്നവരല്ലല്ലോ, ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന ആളുകളല്ലല്ലോ. ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന, വെള്ളിയാഴ്ചകളിൽ ജുമാഅക്ക് പോകുന്ന എല്ലാ ആളുകൾക്കും അറിയാം, അവിടുന്ന് ഖതീബ് ഒന്നാമത്തെ ഖുത്ബയുടെ അവസാന സമയത്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങിയിട്ട് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അവിടെ തന്നെ പറയുന്നത് കാണാം, നിങ്ങൾ നല്ല സംസാരം സംസാരിക്കണം. ഖൂലു ഖൗലൻ സദീദ, നിങ്ങളെ സംസാരം നിങ്ങൾ നന്നാക്കണം. അങ്ങനെ നന്നാക്കിയാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു തആല നന്നാക്കി തരും. അഥവാ നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് വരുന്നത്, നമ്മുടെ കർമ്മങ്ങളിൽ തഖ്വ വരുന്നത്, നമ്മുടെ കർമ്മങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്, ആത്മാർത്ഥത വരുന്നത് അതെപ്പോഴാണ്? അതാണ് പറയുന്നത് ഖൂലു ഖൗലൻ സദീദ,
നിങ്ങൾ നല്ല സംസാരം സംസാരിക്കണം. എന്നാൽ യുസ്ലിഹു ലക്കും അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു തആല നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. എപ്പോഴാണ് ഇത് പറഞ്ഞത്? നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങൾ അത് നന്നാവുന്ന സമയത്ത് നിങ്ങളുടെ അമലുകൾ അല്ലാഹു തആല നന്നാക്കി തരും, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നാവ് നന്നായിട്ടില്ല എങ്കിൽ നമ്മുടെ അമലുകളൊന്നും റബ്ബ് സ്വീകരിക്കപ്പെടുകയില്ല, അതിൻ്റെ പ്രതിഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നാവിന്. അല്ലാഹു നമ്മുടെ നാവ് നന്നാക്കി തരട്ടെ. അപ്പോൾ ഇത് വെള്ളിയാഴ്ചകളിൽ, എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടുന്ന് ഖതീബ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ സംസാരം നിങ്ങൾ നന്നാക്കണം, നിങ്ങളെ സംസാരങ്ങൾ നിങ്ങൾ നന്നാക്കണം. ആ സംസാരം നന്നാക്കുമ്പോൾ നിങ്ങളുടെ അമലുകൾ അല്ലാഹു തആല നന്നാക്കി തരൂ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നുള്ളത്. നോക്ക്, നിങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദം നബി സന്തതികള്, ആ സന്തതികൾ മുഴുവനും അതാ നേരം പുലരുന്ന സമയത്ത്, ഓരോരോ മനുഷ്യരും നേരം പുലരുന്ന സമയത്ത് ആ മനുഷ്യന്റെ അവയവങ്ങള്, അവന്റെ സർവ്വ അവയവങ്ങളും, അവന്റെ അതാ ശരീരത്തിലുള്ള നാവല്ലാത്ത സർവ്വ അവയവങ്ങളോ നാവിനോട് കേണപേക്ഷിക്കുകയാണ്. ആ ഒരു മനുഷ്യൻ നേരം പുലർന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ നേരം വെളുത്തു കഴിഞ്ഞാൽ, അവന്റെ ആ ഒരു ആദം സന്തതികൾ നേരം പുലർന്നാല് അവന്റെ ശരീരത്തിലുള്ള സർവ്വ അവയവങ്ങളും അഥവാ നാവിനെ മാറ്റി നിർത്തുകയാണ്. അത് മുഴുവനും തുകഫിറുൽ ലിസാൻ, നാവിനോട് കേണപേക്ഷിക്കുകയാണ്. ആ നാവിനോട് ഇങ്ങനെ അവൾ സങ്കടം പറയുകയാണ്. എന്താണ് പറയുന്നത്? നീ നല്ല രൂപത്തിലൊന്ന് നിൽക്കണം, നീ നല്ല രൂപത്തിലായാൽ ഇസ്തഖംനാ, നമ്മളും നല്ല റൂട്ടിലാണ്. നാവിനോട് അവർ മുഴുവനും അവരപേക്ഷിക്കുകയാണ്, നീ ഒന്ന് നന്നായി നിൽക്കണം, നീ വഴി നന്നായ നല്ല വഴിയിലായിരിക്കണം. അഥവാ നീ നിന്റെ നാവ്, ഈ നാവ് കൊണ്ട് നീ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ചെല്ലരുത്, അനാവശ്യം പറയരുത്, ചീത്ത പറയരുത്, ആളുകളെ വേദനിപ്പിക്കരുത്, ഗീബത്ത് നമീമത്ത് പറയരുത്. നീ നിന്റെ ആ നാവ് നീ സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്നു, ഇസ്തഖംനാ, നീ നല്ല റൂട്ടിലാണോ? എന്നാൽ ഞങ്ങളും നല്ല റൂട്ടിലാണ്. നീ എങ്ങാനും വളഞ്ഞ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ ഞങ്ങളും വളഞ്ഞു പോകട്ടോ. നീ നല്ല രൂപത്തിൽ നടന്നാൽ, നീ നല്ലത് പറഞ്ഞാൽ ഞങ്ങളൊക്കെ നല്ല രൂപത്തിലാണ്, ഞങ്ങളെ എല്ലാ അവയവങ്ങളും ഉഷാറായി. നീ എങ്ങാനും വളഞ്ഞു പുളഞ്ഞു പോയാൽ ഞങ്ങളെല്ലാം വളഞ്ഞ് തിരിഞ്ഞു പോവേണ്ടി വരും. അതുകൊണ്ട് പറയുന്നു, നീ നല്ല രൂപത്തിൽ നടക്കണേ എന്ന് നാവിനോട് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും പ്രഭാതത്തിൽ തന്നെ അപേക്ഷിക്കുകയാണ്. അപ്പൊ നാവ് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ്. ഇനി നോക്കി, നിങ്ങൾ ഇന്നത്തെ കാലത്ത് നാവ് കൊണ്ട് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ കൈവിരലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ നാവ് കൊണ്ട് നമ്മൾ ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, അല്ലെങ്കിൽ ചീത്ത പറയുന്നു. ഇതെല്ലാം ഇന്നത്തെ സമൂഹം മൊബൈലുകളിലൂടെ, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നോക്കി, നിങ്ങൾ വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മൾ ആളുകളെ തെറി പറയുന്നവരുണ്ട്. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ അനാവശ്യങ്ങൾ എഴുതി, അല്ലെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും പറയാ ഇങ്ങനെ, അല്ലെങ്കിൽ അവൻ്റെ മതത്തെ ആക്ഷേപിക്കുക. ഇങ്ങനെ വായ കൊണ്ട് ചിലപ്പം പറഞ്ഞോളുന്നില്ല, ചിലപ്പം കാണാതെ എഴുതിയിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നമ്മൾ ഇങ്ങനെ ആരെങ്കിലും വിട്ടു തന്നിട്ടുള്ള, ആരെങ്കിലും അയച്ചിട്ടുള്ള മോശമായ കാര്യങ്ങൾ, ഒരാളെക്കുറിച്ചുള്ള കുറ്റം പറഞ്ഞ് എഴുതി വിട്ട് നമ്മളതാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ നമ്മളെ നാവ് കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ കൈവിരലുകളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ശ്രദ്ധ വേണം. നമ്മുടെ മൊബൈലിലുള്ള ഒരു മെസ്സേജ് അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നാം ആദ്യം അറിഞ്ഞിരിക്കണം. അറിയാതെ ഞാനത് ആദ്യം ഞാൻ സെൻഡ് ചെയ്യും, ഞാൻ ആദ്യം ഷെയർ ചെയ്യും, എനിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാം അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം വന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും
ഇന്ന് നമ്മുടെ കൈവിരലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂക്ഷ്മത ഉണ്ടായിരിക്കണം. ആ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല നഷ്ടപ്പെടുത്തും. അഥവാ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നോക്ക്, നാവ്, നമ്മുടെ കയ്യിലൊരു വാളുണ്ട്, അല്ലെങ്കിൽ ഒരു ആയുധമുണ്ട്, ഒരു വടിയുണ്ട്, എന്തെങ്കിലും ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്, സങ്കല്പിക്കുക ഒരു കല്ലുണ്ട്. ആ കല്ലെടുത്തിട്ട് നമ്മളൊരു മനുഷ്യനെ എറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കത്തിയെടുത്തിട്ട് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് മുറിപ്പെടുത്തിയാൽ, അതെല്ലാം ഏതാനും ദിവസങ്ങളെ കൊണ്ടത് മാറിപ്പോകും, ഉണങ്ങിപ്പോകുമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മളൊരു മനുഷ്യനെ ചീത്ത പറഞ്ഞ് വേദനിപ്പിച്ചാൽ, ആക്ഷേപിച്ചാൽ, ആ മുറിവ് ഉണങ്ങുന്ന പ്രശ്നമില്ല. അത് ഉണങ്ങാതെ അത് എന്നും പച്ചയായി തന്നെ ഇവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ അവയവങ്ങളിൽ നിന്നത് ആയുധങ്ങളെ കൊണ്ടൊരു മനുഷ്യനെ മുറിപ്പെടുത്തിയാൽ അത് ഉണങ്ങുമെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട് ആളുകളെ മുറിപ്പെടുത്തിയാൽ അത് ഉണങ്ങുകയില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണോ. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴും, ഏതൊരാളോട് പറയുമ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. അത് ഒരാളെക്കുറിച്ചില്ലാത്തതാണെങ്കിൽ അത് പറയാൻ ഒരിക്കലും നീ പോവേണ്ടതില്ല. അത് അയാൾക്ക് ഇഷ്ടം അയാൾ ചെയ്ത കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, എൻ്റെ ജീവിതം 100% സംശുദ്ധമാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളെ കുറ്റം പറയണ്ട, മറ്റൊരാളെ അയ്യിബത്ത് പറയണ്ട, മറ്റൊരാളെ വേദനിപ്പിക്കേണ്ട. ആദ്യം നാം നമ്മളെ ഒന്ന് വിലയിരുത്തുക. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, എല്ലാം ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും അല്ല എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്, ഒരാളെയും നമ്മൾ പറയാൻ പോവണ്ട. പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ 100% ഉറപ്പാണ് ഞാൻ നല്ലവനാണെന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ നല്ലവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, 100% ഞാൻ നല്ലവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, ഞാൻ പിന്നെ അവിടെ പറയാൻ പോകൂല. ഞാൻ ഒരാളെക്കുറിച്ചും ചീത്ത പറയൂല, ഒരാളെയും അയ്യിബത്ത് പറയൂല. കാരണം എന്താ, ഞാൻ ഇവിടെ 100% ക്ലിയറാണ്. ഇനി ഞാനത് പറഞ്ഞാൽ ഞാൻ ആ 100% താഴോട്ട് പോകൂലേ എന്ന് ചിന്തിക്കും. അപ്പം അത് 100% ക്ലിയർ അല്ലാത്തവരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്ക് നിങ്ങൾ, അള്ളാഹു തആല നമ്മുടെ അവയവങ്ങൾ പലതും തന്നപ്പോൾ നമ്മുടെ നാവിന് അള്ളാഹു തആല തന്നിട്ടുള്ള സംരക്ഷണങ്ങൾ ആലോചിക്കുകയാണ്. കാരണം അത്രയും ശ്രദ്ധിച്ചു വേണം നാവിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ നമ്മുടെ ഗുഹ്യസ്ഥാനം എന്ന് പറയുന്നത്. അതിന് പോലും അള്ളാഹു തആല സംരക്ഷിക്കുന്നത് 2 കാലുകളെ കൊണ്ട് മാത്രമാണെങ്കിൽ, നമ്മുടെ നാവിനെ അള്ളാഹു തആല സംരക്ഷിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാണേ. ആദ്യം 2 അണ്ണാക്ക് മുകളിലും താഴെയും ഒരു സംരക്ഷണ കവചം, അതിൻ്റെ പുറത്ത് 28-32 പല്ലുകൾ അള്ളാഹു തആല തന്നു. എന്നിട്ടും അല്ലാഹു തആല പിന്നെ നമുക്ക് തന്നത് 2 ചുണ്ടുകളാണ്. ഇങ്ങനെ നമ്മളെ നാവിനെ അതിൻ്റെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലായി അല്ലാഹു തആല അതിനെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് അത്രയും സൂക്ഷ്മതയോടുകൂടെ അത് പുറത്തേക്കിടാൻ പാടുള്ളൂ എന്ന് പറയാണ്. നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ, കവചങ്ങളൊക്കെ നമ്മൾ ലംഘിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തേക്കിട്ടിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാന്മാർ പറയുന്നുണ്ട്, ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ തൽദഅന്നക ഇന്നഹാ സുഅബാനു. ഓ മനുഷ്യ, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണട്ടോ, കാരണം അത് ഒരു വിഷസർപ്പമാണ് എന്നാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. അത് നേരത്തെ പറഞ്ഞത്, വ്യക്തിപരമായിട്ട് വൈരാഗ്യങ്ങളും പകയും വിദ്വേഷവും എല്ലാം നാവ് കൊണ്ട് ഉണ്ടാവും. അതാണ് ഇന്നഹാ സുഅബാനു, അതൊരു വിഷസർപ്പമാണ്. അപ്പം നമ്മൾ ആരെങ്കിലും കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞു നടക്കുമ്പോൾ അവർക്ക് നമ്മളോട് മനസ്സിൽ വെറുപ്പും വിദ്വേഷം പകയും വൈരാഗ്യവും ഒക്കെ ഇത് കാരണം വരും. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെ അപായപ്പെടാൻ, ജീവിതം നഷ്ടപ്പെടാൻ അതൊരു കാരണമായി തീരും. അതുകൊണ്ട് ആ വിഷസർപ്പമാകുന്ന നാവിനെ നമ്മൾ സൂക്ഷിക്കണം. കാരണം വിഷം നമ്മുടെ അകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും എന്നുള്ളൊരു തർക്കമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഖൂലൂ ലിന്നാസി ഹുസ്ന. നിങ്ങൾ നല്ലൊരു വാക്കുകൾ നിങ്ങൾ ജനങ്ങളോട് പറയണം. ആരോട് പറയാം? ഒരാളെക്കുറിച്ച് നമുക്ക് വെറുപ്പുണ്ടായാലും വിദ്വേഷം ഉണ്ടായാലും, ഒരാൾ ചെയ്ത തെറ്റുകൾ തന്നെ നമ്മൾ നേരിട്ട് കണ്ടാലും നമ്മളത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളത് അവതരിപ്പിക്കേണ്ടതില്ല. നമ്മളെ തന്നെ വിലയിരുത്തുക. മറ്റുള്ളവർ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും. അത് പറഞ്ഞു നടന്നാൽ നമ്മളെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ മറ്റൊരിലേക്ക് എത്തിപ്പെടുകയും അവർ ചെയ്ത തെറ്റുകളൊക്കെ അതിൻ്റെ ഒക്കെ കുറ്റം നമ്മളിലേക്ക് എത്തിപ്പെടുമെന്നുള്ളത് നാം ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നമ്മളെക്കാളും ഉഷാറാണ് നമ്മൾ ചിന്തിക്കുക. ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഭാര്യ എന്നെക്കാളും ഉഷാറാണ്, ഭാര്യ നേരെ തിരിച്ച് ചിന്തിക്കുക. അയൽവാസികളെ കുറിച്ച് അവരെന്നെക്കാളും ഉഷാറാണ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെക്കാളും മോശമാണ്, അവരൊക്കെ നമ്മളെക്കാളും ഉഷാറാണെന്ന് ചിന്തിച്ചാൽ നമുക്കൊരാളെയും കുറ്റം പറയാൻ സാധ്യമാവുകയില്ല. കാരണം അവർ നല്ലവരാണ്, ഞാൻ മോശക്കാരനാണെന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിലേക്ക് കടന്നു വരും. നോക്ക് നിങ്ങളെ, ഒരാളെക്കുറിച്ച് അയ്യിബത്ത് പറയാം, അതിങ്ങനെ മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ ഇതിങ്ങനെ കേൾക്കുക.
പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ സമന്മാരാണ്, ഒരുപോലെ തന്നെയാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം ആ മനുഷ്യന് ഇത് പറയുന്നത് കേൾക്കാൻ നമ്മൾ നിന്നുകൊടുക്കുന്നു. അതേ സ്ഥാനത്ത് കേൾക്കാൻ നമ്മൾ നിന്നുകൊടുത്തില്ലെങ്കിൽ അയാൾ പറഞ്ഞോളണമെന്നില്ല. അത് പറയാതിരിക്കുമ്പോൾ അയാളൊക്കെ കുറ്റം കിട്ടൂല. നമ്മൾ അത് കേൾക്കാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാളും നമ്മളും കുറ്റക്കാരാണ് എന്നുള്ളത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തുബ്രാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഒരാൾ നിന്നോട് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നീ അദ്ദേഹത്തെ തടയണം. തടഞ്ഞിട്ടും അയാൾ നിർത്തുന്നില്ല എങ്കിൽ അദ്ദേഹത്തിനെ ശാരീരികമായി തടയണം. നീ വായ പൊത്തിപ്പിടിക്കുകയോ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കാം. അതിനർത്ഥം വേദനിപ്പിക്കണമെന്നല്ല. ആദ്യം തടയണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് പറയാൻ നീ സംസാരിക്കേണ്ട. കാരണം ആ സംസാരം കൊണ്ട് എനിക്കോ നിനക്കൊരു ഗുണവും ഉണ്ടാവൂല, മറിച്ച് ദോഷമേ ഉണ്ടാകും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? രണ്ടാമത് അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് തടയാം. അവിടെ പ്രത്യേകം പറഞ്ഞു വേദനിപ്പിക്കരുത് എന്ന്. മൂന്നാമത് എന്നിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല എങ്കിൽ മൂന്നാമത് പറയുന്നു ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവണം. ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മളത് കേട്ടിരുന്നാൽ ആ പറയുന്നവനെ പോലെ കുറ്റത്തിൽ നമ്മളും സമന്മാരാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളോട് ആരെങ്കിലും കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തടയണം. അതിനും സാധ്യമല്ലെങ്കിൽ നമ്മൾ അവസാനം ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. എന്നാൽ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവരും നമ്മളും ഒരുപോലെ കുറ്റക്കാരായിരിക്കും. മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇബ്നു ഹജർ എന്നുള്ള പേര് ലഭിച്ചത്? ഹജറിന്റെ മകൻ അഥവാ കല്ലിന്റെ മകൻ എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ വല്യുപ്പയുടെ പേര് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഹജർ എന്നാണ്. കാരണം അദ്ദേഹം സദാസമയത്തും അദ്ദേഹം വായിൽ കല്ലിട്ട ആളെപ്പോലെയാണ്. കാരണം അദ്ദേഹം സംസാരിക്കൂല. കാരണം വായിൽ കല്ലിട്ട് സംസാരിച്ചാൽ നാവും ചുണ്ടും എല്ലാം മുറിവായി പോകും, അണ്ണാക്കടക്കും എല്ലാം മുറിഞ്ഞു പോകും. അപ്പം അങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ സംസാരം കൊണ്ട് ഞാൻ സംസാരിച്ചാൽ വായിൽ മുറിയാകുന്ന പ്രശ്നമല്ല വിഷയം, മറിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ കല്ലിട്ട് കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചാൽ എനിക്ക് പ്രശ്നമുണ്ട്, ശരീരം മുറിവാകും, വായുടെ ഉള്ളൊക്കെ മുറിവാകും. അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ വിളിച്ച പേരാണ് ഹജർ. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു. അത്രയും സൂക്ഷ്മത പഴയകാലത്ത് ആളുകൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കണം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സലാം പറഞ്ഞു, അവിടുന്ന് സലാം അടക്കുന്നു. ആ ദാവൂദ് നബി അലൈഹിസ്സലാം എന്തോ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അഥവാ ഇരുമ്പ് കൊണ്ട് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ചോദിക്കണമെന്നുണ്ട്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന്. പക്ഷേ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല. കാരണം ആ ചോദ്യം അത് വെറുതെയായി പോകുമോ, ആ ചോദ്യം കൊണ്ട് വല്ല കാര്യവും ഉണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനവറുകള് ചോദിച്ചില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കുറേ സമയം അങ്ങനെ നിന്നു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് കൊണ്ടുള്ള പണി മുഴുവനും കഴിഞ്ഞു. അതെടുത്തുകൊണ്ട് എന്തിനാണോ അത് നിർമ്മിച്ചതെങ്കിൽ ആ ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ, അഥവാ ശരീരത്തിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആയുധമായിട്ട്, ഒരു പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒന്നായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അത് ശരീരത്തിലങ്ങ് ഫിറ്റ് ചെയ്തു, ശരീരത്തിലങ്ങ് വെച്ചു. അപ്പോൾ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾക്ക് മനസ്സിലായി ഇതുണ്ടാക്കിയത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ്. അവിടെ ചോദിച്ചിട്ടില്ല എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നില്ല, എന്താണ് സാധനമെന്ന് ചോദിക്കുന്നില്ല. കാരണം അത് കണ്ടുകൊണ്ട് മനസ്സിലാക്കുകയാണ്. ചോദിച്ചാൽ ആ വാക്കുകൊണ്ട് നഷ്ടം വന്നു പോകും, ആവശ്യമില്ലാത്ത സംസാരമായി പോകുമോ എന്ന് ചിന്തിച്ച മഹാനാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ നോമ്പ് നോൽക്കുന്നവരാണ്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കുറ്റവും കിട്ടൂലേ. ഞാനിപ്പോ ഒരാളോട് ചോദിക്കാണ്, എല്ലാ ഹാജരെ നമ്മൾ നോമ്പ് നോറ്റണോന്ന്, അല്ലെ സഹോദരിമാര് ചോദിക്കാണ്, അല്ലനെയോ ഇത് നോമ്പ് നോറ്റണോ. ഈ ചോദ്യം കൊണ്ട് ഒരു നഷ്ടം വരാനില്ല, ഒരു കുറ്റം പോലും നമുക്ക് കിട്ടൂല. പക്ഷെ നോമ്പ് എന്ന് പറയുന്നത് രഹസ്യ ആരാധനയാണ്. ആ രഹസ്യ ആരാധനക്ക് അതിൻ്റെതായ പ്രതിഫലം ഉണ്ട്. പക്ഷേ നമ്മുടെ രഹസ്യ ആരാധന അത് പൊളിഞ്ഞു പോവുകയാണ് ഇവിടുത്തെ ചോദിക്കലോടുകൂടെ. അപ്പൊ അജര് പറയാണ്, ഞാൻ നോമ്പ് നോറ്റുണ് എന്ന് പറഞ്ഞാൽ ആ രഹസ്യം പൊളിഞ്ഞുപോയി. നോമ്പ് ബാത്തിലായി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, രഹസ്യമായ ആരാധനക്ക് കിട്ടുന്ന പ്രതിഫലം അവിടെ നഷ്ടപ്പെട്ടു പോവാണ്.
അതുകൊണ്ട് തന്നെ രഹസ്യമായി നാം കാത്തു സൂക്ഷിക്കേണ്ട നോമ്പിന് ആ ചോദ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോവാണ്. അഥവാ ആ ഒരു ചോദ്യം കൊണ്ട് ഒരു കുറ്റവും കിട്ടാനില്ല. പക്ഷേ മറുപടി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പം ചില ആളുകൾ നോമ്പ് നോറ്റോന്ന് ചോദിക്കുമ്പം മടിച്ചിട്ട്, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ നോറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ വിചാരിക്കാം, അപ്പോൾ പറഞ്ഞ് നോറ്റിട്ടില്ല എന്നല്ല, കളവാണ് പറഞ്ഞതെങ്കിലും നേരത്തെ പറഞ്ഞ അതോടുകൂടെ നോമ്പിന്റെ പ്രതിഫലം തന്നെ പോയി. നോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യേണ്ട ആരാധനയായിരുന്നു, പക്ഷെ നോമ്പിന്റെ പ്രതിഫലം പോകില്ല. പക്ഷെ കളവ് പറഞ്ഞാലോ ആ നോമ്പിന്റെ പ്രതിഫലം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇവനാകെ ഇടങ്ങറായി. പിന്നെ അപ്പം എന്താ പറയാം, ഇല്ല എന്ന് പറഞ്ഞാൽ കളവായി. ഇനിയോ അവന് ഒന്നും മിണ്ടിയില്ല എന്ന് വിചാരിച്ചാൽ അപ്പം അങ്ങനെ ചിന്തിക്കും, ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ ഓൻ്റെ അവൻ എന്തൊരു ചാടേണ്. എങ്ങനെയാണെങ്കിലും മറുപടി പറയുന്നവൻ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ആ ചോദ്യം കൊണ്ട് ഒരു കുറ്റവും ഇവിടെ കിട്ടാനില്ല. പക്ഷേ ചോദ്യം കൊണ്ട് ചോദിച്ചത് ആരോടാണോ അവർക്ക് ചിലപ്പോൾ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ചോദ്യങ്ങൾ വെറുതെയായി ചോദിക്കേണ്ടതില്ല. നോക്ക്, നിങ്ങൾ മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു കുറ്റിക്കാട് ഇങ്ങനെ ഇളകുന്നത് ഇങ്ങനെ കണ്ടപ്പം ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ശ്രദ്ധിച്ചു. ഒരു സാധു മനുഷ്യൻ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ സാധു മനുഷ്യനെ കണ്ടപ്പോൾ സലാം പറഞ്ഞു. സലാം അടക്കുന്നു. സലാം അടക്കിയ ശേഷം ദുന്നൂനുൽ മിസ്രി തങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചു. നിങ്ങൾ ഏതു നാട്ടുകാരനാണ്, എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ പലതും ചോദിച്ചെങ്കിലും ആ മനുഷ്യൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നപ്പോ ആ മനുഷ്യൻ ഒരു വടിയുടെ കഷ്ണമെടുത്തിട്ട്, ഒരു കൊള്ളി കമ്പെടുത്തിട്ട് അദ്ദേഹം നിൽക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു. ഒരു ബെയ്ത്തങ്ങ് എഴുതുകയാണ്, മുനി അല്ലിസാനു മിനൽ കലാമി ലിഅന്നഹു ഹദഫുൽ ബലാഇ വ ജാലിബുൽ ആഫാതി ഫൈദാ നതഖത ഫകുല്ലി റബ്ബിക ദാകിറാ ലാ തൻസഉ അഹ്മദുഹു ഫിൽ ഹാലാതി. ആ മനുഷ്യൻ അങ്ങനെ എഴുതി കൊടുക്കുകയാണ്, ഞാൻ സംസാരത്തെ തൊട്ട് എൻ്റെ നാവിനെ തടഞ്ഞിരിക്കുകയാണ്, ഞാനിനി സംസാരിക്കൂല. ഈ സംസാരം മുഴുവനും എല്ലാ മുസീബത്തുകളെയും വലിച്ചു കൊണ്ടുവരുന്നതാണ്. എല്ലാ ആഫത്തുകളെയും എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വലിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ് നാവ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തെ നിർത്തിയതാണ്. നാവ് കൊണ്ടുള്ള സംസാരം ഞാൻ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഇനി വല്ലതും സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത് റബ്ബിന് ദിക്ർ ചൊല്ലുന്ന രൂപത്തിലാണ്, റബ്ബിന് ദിക്റായി മാത്രമേ പറയാവൂ. അങ്ങനെ നമ്മളിങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ ഇങ്ങനെ പറയാണ്, ഇനി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത് റബ്ബിനുള്ള ദിക്ർ സ്മരണയായി മാത്രമേ അത് സംഭവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ ഉപദേശം കൊടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ ഈ മറുപടി കേട്ടപ്പോൾ അതാ ഒരു കൊമ്പെടുത്തിട്ട്, ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് തിരിച്ചങ്ങ് എഴുതി കൊടുക്കുകയാണ്. മാമിൻ കാത്തിബിൻ ഇല്ലാ സയുബ്ലാ വ ഇൻദല്ലാഹി മാ കതബത് യദാഹു വലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനങ്ങ് എഴുതി കൊടുക്കുകയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഇനി സംസാരിക്കൂലാന്ന്, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചത് എല്ലാ തെറ്റുകളുടെയോ എല്ലാം വലിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ് നാവ്. അതുകൊണ്ട് നാവ് കൊണ്ടുള്ള സംസാരം ഞാൻ ഉപേക്ഷിക്കുന്നു. ഇനി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ റബ്ബിലേക്കുള്ള ദിക്റിന്റെ രൂപത്തിലുള്ള സംസാരം മാത്രമാവണമെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ആ ദുന്നൂനുൽ മിസ്രി തങ്ങൾ പറയുന്നു, നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് നിങ്ങൾ എഴുതി വെച്ചത് മുഴുവനും കൊണ്ടുവരപ്പെടും കേട്ടോ. നിങ്ങളെ കൈകളെ കൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുള്ളത് നാളെ റബ്ബിന്റെ മുമ്പിൽ അത് കൊണ്ടുവരപ്പെടുമോ. അതുകൊണ്ട് വലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ എഴുതാൻ പാടില്ല. എന്താണ് എന്നിട്ട് പറയുന്നു, നാളെ പരലോകത്ത് നിങ്ങൾ എഴുതിയത് നിങ്ങളെ കാണിക്കപ്പെടുന്ന സമയത്ത് അതുകൊണ്ട് സന്തോഷമുണ്ടാകുന്ന കാര്യമല്ലാതെ നിങ്ങൾ എഴുതല്ല എന്ന് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ എഴുതുന്ന കാര്യം ഏതാണോ അത് നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമോ. ആ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നീ അത് കാണും, നിങ്ങളത് കാണുമോ. കാണുന്ന സമയത്ത് ആ എഴുതിയത് കൊണ്ട് സന്തോഷമുണ്ടാകണോ. അങ്ങനെ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ എന്ന് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് അങ്ങ് പറയുകയാണ്. ആ ഇതങ്ങ് കേട്ട സമയത്ത് ആ മനുഷ്യനാകെ പേടിച്ചു പോവുകയാണ്. അവിടുന്ന് ഒരു അട്ടഹാസത്തോടുകൂടെ അവിടെ വീഴുന്നു.
അവിടെ കിടന്ന് മരണപ്പെടുന്നു. കാരണം എൻ്റെ നാവ് കൊണ്ട് ഞാനിനി സംസാരിക്കൂല, കാരണം എല്ലാ ആഫത്തുകളും വലിച്ചു കൊണ്ടുവരുന്നത് നാവാണ് എന്ന് പറഞ്ഞ മനുഷ്യനോട് പറയാണ്, നാവ് മാത്രമല്ല, നീ എഴുതുന്ന കാര്യങ്ങളൊക്കെ അതേ നാവ് കൊണ്ട് സംസാരിക്കാതെ ഞാൻ എഴുതി കൊടുക്കാനാ തീരുമാനിച്ചതല്ലോ, അതുകൊണ്ട് എഴുതുന്നതൊക്കെ റബ്ബിന്റെ മുമ്പിൽ എത്തുമെന്നുള്ള ഓർമ്മ വേണോ. അതുകൊണ്ട് നാളെ നിന്റെ പരലോകം എഴുത്തുകാരണം സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ ഇതും വലിയ പ്രയാസമാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവിടെ വീഴുകയാണ്, അവിടെ കിടന്നു മരണപ്പെടുന്നു. മിസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരശരീരി കേൾക്കുന്നു, അല്ലയോ ദുന്നൂനുൽ മിസ്രി, അദ്ദേഹത്തെ നിങ്ങൾ കുളിപ്പിക്കണ്ട, നിങ്ങൾ കഫൻ ചെയ്യണ്ട, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണ്ട, നിങ്ങൾ മറമാടണ്ട, അതൊക്കെ അല്ലാഹു അതേ അവരെ പ്രത്യേകം ചില മലായിക്കത്തുകളായക്കോ അവരതെല്ലാം ചെയ്തോളൂ, നിങ്ങൾ ആ മയ്യത്തിനെ തൊടണ്ട എന്ന് ദുന്നൂനുൽ മിസ്രി തങ്ങൾക്ക് ഒരു അശരീരി കേൾക്കുകയാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പോകുന്നു. തിരിച്ചു വരുമ്പോൾ ആ മയ്യത്ത് എവിടെയാണ് ഖബറടക്കിയത്, ഒന്ന് സിയാറത്ത് ചെയ്യണോ എന്ന് ചിന്തിച്ച് വരുമ്പോൾ അവിടെ കാണുന്നില്ല, അവിടെ ഖബർ കാണുന്നില്ല, എവിടെയാണ് മറമാടിയതെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് മുൻഗാമികളായ ആളുകളുടെ ജീവിതം. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നല്ലത് മാത്രം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗീബത്തു നമീമത്തുകളാണെങ്കിൽ നമ്മൾ ആലോചിക്കണം, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. നമ്മൾ ഒരു കണക്കിൽ ആളുകളുടെ മുമ്പിൽ വളരെ മോശമായ ഒരു കാര്യമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. പക്ഷെ ആ വ്യഭിചാരത്തെക്കാൾ വളരെയധികം മോശമാണ് ഗീബത്ത് പറയുക. കാരണം വ്യഭിചാരത്തെ സംബന്ധിച്ച് മഹാന്മാരായ സഹാബത്ത് നോക്കൂ, നിങ്ങൾ നബി പറഞ്ഞ ഗീബത്തു അശദ്ദു മിനസ് സിന എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ഖാലു കൈഫ യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ് നബിയെ ഈ വ്യഭിചാരത്തെക്കാളും മോശമാകുന്നത്, ശക്തമാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം അർറജുലു യസ്നി സുമ്മ യതൂബു ഫയതൂബുല്ലാഹു അലൈഹി, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, പിന്നീട് അദ്ദേഹം തൗബ ചെയ്തു, എന്നാൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കും. അതേ സ്ഥാനത്ത് വഅമ്മാ സ്വാഹിബുൽ ഗീബ ഫലാ യഗ്ഫിറു ലഹു ഹത്താ യഗ്ഫിറ സ്വാഹിബഹു. നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യൻ ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, അങ്ങനെ ആ മനുഷ്യനത് ഗീബത്ത് പറഞ്ഞാൽ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കൂല. ഏതുവരെ ഹത്താ യഗ്ഫിറ സ്വാഹിബഹു, ആരെയാണോ ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ട് ആ പൊരുത്തപ്പെടിച്ചതിന്റെ ശേഷം നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. അയാൾ പൊരുത്തപ്പെട്ടു. അങ്ങനെ നമ്മൾ റബ്ബിനോട് തൗബ ചെയ്താൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കും. ഒരാളെ കുറിച്ച് നമ്മൾ പൊതു സമൂഹത്തിൽ പൊതുമധ്യത്തിൽ ചെന്ന് ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ ആ പൊതുമധ്യത്തിൽ ചെന്ന് നമ്മൾ പറയണം, അയാളെ കുറിച്ച് ഞാൻ പറഞ്ഞത് കളവായിരുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ആളുകളും പല ആളുകളെ കുറിച്ചും പറയും, അങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്ന ഈ വിശുദ്ധമായ റമളാൻ ശരീഫിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു പണ്ഡിതനെ വിഷമിപ്പിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. അതിൻ്റെ പേരിൽ ആ പണ്ഡിതൻ അനുഭവിച്ച പ്രയാസങ്ങൾ, മാനസികമായ വിഷമങ്ങൾ, സുബ്ഹാനല്ലാഹ്, പിന്നീട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഗീബത്ത് പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആളുകൾ ഇന്ന് സുലഭമാണ്. അപ്പം അങ്ങനെ ഗീബത്ത് പറഞ്ഞാൽ ആ മനുഷ്യനെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണം. അഥവാ മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതാണ് മുത്തുനബി പറഞ്ഞത്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തെക്കാൾ വളരെ ഗൗരവമുണ്ട് ഈ ഗീബത്ത് എന്ന് പറയുന്നതിന്. അതുകൊണ്ട് നമ്മൾ ഗീബത്ത് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു പറയണം എന്നല്ല, നമ്മൾ ആരെക്കുറിച്ചും പറയാൻ പോവേണ്ടതില്ല. അങ്ങനൊക്കെ പറഞ്ഞാൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖബർ ഖിയാമത്ത് നാൾ വരെ തീയിനാൽ അല്ലാഹു തആല നിറക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മഴയില്ലാതെ പ്രയാസപ്പെട്ടപ്പം ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇല്ല മൂസാ നബിയെ ദുആക്ക് ഉത്തരം തരൂല, കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തമാടിയായ മനുഷ്യനുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല, ഈ കൂട്ടത്തിൽ ഒരു മോശപ്പെട്ട മനുഷ്യനുണ്ട്. ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ പിടിച്ചാൽ അയാളാകെ വഷളാകും. ആ മനുഷ്യൻ അവിടെ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത്, പഠിച്ചോനെ മനസ്സറിഞ്ഞു തൗബ ചെയ്യാണ്, പഠിച്ചോനെ എനിക്കിനി പൊരുത്തപ്പെട്ടു തരാം, ഇനി മേലിൽ ഞാൻ
ഒരു തെറ്റും ഞാൻ ചെയ്യൂല പഠിച്ചോനെ. ഇയാൾ ഈബത്ത് നമീമത്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞു, ഇയാൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത ആളാണ്. ആ തെമ്മാടിയായ മനുഷ്യൻ പറഞ്ഞു, റബ്ബേ ഇനി ഞാൻ ചെയ്യൂല, എൻ്റെ തെറ്റുകളൊക്കെ നീ പൊരുത്തപ്പെട്ടിട്ട് മൂസാ നബിയുടെ മുമ്പിൽ എന്നെ വഷളാക്കല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. മൂസാ നബിയെ, അയാൾ തൗബ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്തോളൂ, ഉത്തരം ഞാൻ നൽകിക്കൊള്ളാം. മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടോ, പഠിച്ചോനെ ആ മനുഷ്യൻ ആരാണ് അല്ലാഹുവേ ആ മനുഷ്യൻ, ആ തമാടിയായ മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ പടച്ചു പരിപാലിക്കുന്ന ഈ ഉലകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു ജല്ല വഅല മൂസാ നബിയോട് പറയുന്നു, യാ മൂസാ അൻഹാകും അനിൻ നമീമതി വഅകൂനു നമ്മാമാ, നിങ്ങളോട് നമീമത്ത് പറയരുത് എന്ന് ഞാൻ, നമീമത്ത് പറയാൻ പാടില്ല എന്ന വിരോധനം നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ട് ആ നിരോധനം നൽകിയ ഞാൻ എങ്ങനെയാണ് മൂസാ നബിയെ നമീമത്ത് പറയുന്ന ആളാവുക? അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരൂല. അല്ലാഹുവിന് പറയുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? അല്ലാഹുവിന്റെ സൃഷ്ടികളല്ലേ, അല്ലാഹുവിന്റെ അധികാരി, അല്ലാഹു പോലും പറയുന്നതില്ല, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു തരൂല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതുവരെ നമ്മൾ ആരെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുള്ള അല്ലാഹു ഒക്കെ പൊരുത്തപ്പെട്ടു തരട്ടെ. പല ആളുകൾ മരണപ്പെട്ടു, അല്ലാഹു എടുക്കും, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പറഞ്ഞവരൊക്കെ കണ്ടെത്തി നമ്മൾ പൊരുത്തപ്പെടിക്കുക, അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്ക് നിങ്ങൾ ഒരൊറ്റ കാര്യങ്ങളും കൂടെ പറയാൻ അവസാനിപ്പിക്കാം. ഗീബത്ത് പറയുന്ന നാവിനെ സൂക്ഷിക്കുക എന്നുള്ള നാവിന്റെ വിനകളാണ് നമ്മൾ പറയുന്നത്. 10 കാര്യങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഇഗ്താബ ഫീ ഇൻദിഹി മറത്തൻ യുആഖബുഹു അല്ലാഹു ബിഅശ്രി ഉഖൂബാത്ത്. ഒരു മനുഷ്യൻ ആയുസ്സിൽ ഒരൊറ്റ തവണ, ജീവിതത്തിൽ അല്ലാതെ എന്നും അല്ലട്ടോ, ആയുസ്സിൽ ഒരൊറ്റ തവണ ഗീബത്ത് പറഞ്ഞാൽ അല്ലാഹു തആല അവനെ 10 ശിക്ഷകൾ കൊടുക്കുകയാണ്. 10 കാര്യങ്ങളാണ്. 10 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കും. ഒന്നാമത് പറയുന്നത് വളരെ ഗൗരവമുള്ള 10 കാര്യങ്ങളാണ്. അതിലൊന്നാമത് പറയുന്നു, അല്ലാഹുവിന്റെ റഹ്മത്തിന് തൊട്ടവൻ വിദൂരത്താണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് അവന് ലഭിക്കൂല. ആ രൂപത്തിൽ കാരുണ്യം ലഭിക്കാതെ വിദൂരത്തേക്ക് അല്ലാഹു തആല മാറ്റി നിർത്തും. രണ്ടാമത് പറയുന്നു, അവനുമായി മലക്കുകൾക്കുള്ള ബന്ധം, സുഹബത്ത് അല്ലാഹു തആല എടുത്തു കളയും, മലക്കുകൾ അവനോടുള്ള ബന്ധം എടുത്തു കളയും. മൂന്നാമത് പറയുന്നു, മരണസമയത്ത് ആത്മാവിനെ വലിച്ചെടുക്കും, നല്ല വേദനയുണ്ടാകുമെന്നാ പറഞ്ഞത്. നാലാമത് പറയുന്നു, നരകത്തിലേക്ക് അടുത്തവനാകും, നരകവുമായി ഏറ്റവും അടുത്ത ആളായി മാറും. അഞ്ചാമത് പറയുന്നു, സ്വർഗത്തെ തൊട്ട് വിദൂരത്താണ്, സ്വർഗത്തിലേക്ക് എത്തിപ്പെടൽ പ്രയാസമായി പോകും. ആറാമത് പറയുന്നു, ഖബറിലെ ശിക്ഷ ശക്തമാകും. നേരത്തെ പറഞ്ഞു, തീനെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഖബർ നിറക്കുമെന്നുള്ളത്. ആ ഖബറിലെ ശിക്ഷ വളരെ ശക്തമായിരിക്കും. ഏഴാമത് പറയുന്നു, കർമ്മങ്ങൾ അല്ലാഹു പൊളിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ അമലുകളുടെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കൂലാന്ന്. എട്ടാമത് പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിന് വേദനയുണ്ടാകും. മുത്തുനബി വേദനിക്കുന്നു. നമ്മളെ കൊണ്ട് മുത്തുനബി വേദനിച്ചാൽ ആലോചിച്ച് നോക്കി, അല്ലാഹുവിന്റെ ഹബീബാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഉമ്മ ഉപ്പാനെ, നമ്മുടെ ഭാര്യ സന്താനങ്ങളെ ആരെങ്കിലും ഒന്ന് ചീത്ത പറഞ്ഞു നോക്കട്ടെ, നമുക്ക് ഇഷ്ടപ്പെടും? നമ്മൾ ചിലപ്പോൾ അടിക്കും. ആ അവസ്ഥയാണ് നമ്മൾക്കെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു ദിവസം ഏതോ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരാളോട് പറഞ്ഞാൽ ഞാൻ കൊല്ലൂടാ. എന്തിനാന്നറിയാ പറഞ്ഞത്? ഇവരെന്തോ പ്രശ്നം, ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം വന്നപ്പോൾ വാപ്പാനെ പറഞ്ഞു. അതിന്റെ ദേഷ്യത്തിന് പറയാ ഞാൻ എന്നെ കൊല്ലൂടാ. ആലോചിക്കണേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയുണ്ടായാൽ അല്ലാഹു തആല ക്ഷമിക്കോ? അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടൂല. ഇത് വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് മുത്തുനബിയെ വേദനിപ്പിക്കരുത്. മറ്റൊന്ന്, അല്ലാഹു തആല കോപിക്കും. അല്ലാഹു തആലക്ക് വലിയ ദേഷ്യമുണ്ടാകും. കാരണം എന്താ? മുത്തുനബിയെ വേദനിപ്പിച്ചില്ല, ഇനി അല്ലാഹു തആലക്ക് നല്ല കോപമുണ്ടാകും. അതുപോലെ തന്നെ മീസാനിന്റെ അടുക്കൽ അവൻ ഒന്നുമില്ലാത്തവനായി മാറും. മീസാനിൽ അവന്റെ നന്മ തിന്മകൾ തൂക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ അവന്റെ അമലുകളൊന്നും കാണൂല. അതൊക്കെ മറ്റുള്ളവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാകും. ഈ 10 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കും, അല്ലെങ്കിൽ അല്ലാഹു തആല ശിക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു അടിമ, ആ അടിമ കാര്യമായിട്ട് നന്മകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അയാളുടെ അയേടുകളിൽ ധാരാളം നന്മകൾ ഇങ്ങനെ കാണണം. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, പഠിച്ചോനെ ഇതൊക്കെ എവിടുന്നാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇതൊക്കെ നിന്നെ ഗീബത്ത് പറഞ്ഞ ആളുകൾ, അഥവാ നീ അറിയാതെ നിന്നെ കുറിച്ച് ഗീബത്ത് പറഞ്ഞ ആളുകളുണ്ട്, നിന്നെ ഗീബത്ത് പറഞ്ഞ ആളുകളുടെ നന്മകളാണ് ഇതൊക്കെ എന്ന് പറയുകയാണ്. നോക്കൂ നിങ്ങള്, അങ്ങനെ അയാൾ രക്ഷപ്പെടൂ എന്ന് വേറെ വിഷയം. പക്ഷേ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു. നമ്മളെ അമൽ മറ്റുള്ളവർക്ക് കിട്ടിയിട്ട് അയാൾ രക്ഷപ്പെടാതിരിക്കാതെ, അതല്ലല്ലോ വിഷയം. പക്ഷെ നമ്മൾ കഷ്ടത്തിലാകും, നമ്മൾ രക്ഷപ്പെടൂല. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ നല്ല ഗൗരവം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാകുൽ ഐബ ലിഅന്ന ഫീഹാ സലാസു ആഫാത്ത്. നിങ്ങൾ ഐബത്തിനെ സൂക്ഷിക്കണം. 3 ആഫത്തുകൾ അത് കാരണം നിങ്ങളിലേക്ക് കടന്നു വരും. ഒന്നാമത് പറയുന്നു, ലാ യുസ്തജാബു ലഹു ദുആ. ദുആ അല്ലാഹു സ്വീകരിക്കൂല. ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകൂല എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾ പറയും, പടച്ചോൻ എന്താ ഞാൻ ചോദിച്ചിട്ടൊന്നും തരാത്ത, എൻ്റെ കാര്യം എന്താ പടച്ചോൻ പരിഗണിക്കാത്ത, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഐബത്തിൽ നമ്മൾ മാറി നിൽക്കണം. അതാണ് ലാ യുസ്തജാബു ലഹു ദുആ. ദുആക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതുപോലെ തന്നെ പറയുന്നു, ലാ യഖ്ബലു ലഹുൽ ഹസനാത്ത്. അവൻ്റെ ഹസനാത്തുകൾ അല്ലാഹു സ്വീകരിക്കൂല. നമ്മളെ നന്മകളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. പിന്നെ നമ്മൾ എങ്ങനെ ദുആ ചെയ്തിട്ടത്തെ കാര്യം? ഒന്നും കിട്ടൂല. മൂന്നാമത് പറയുന്നു, തസ്ദാദു അലൈഹി സയ്യിആത്ത്. അവൻ്റെ ഏടുകളിൽ ധാരാളം തിന്മകൾ ഇങ്ങനെ അധികരിച്ചു കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് ചേർന്ന് വരും. അതുപോലെ തന്നെ അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. അപ്പം അതൊക്കെ ചെയ്യാത്തവനെ പോലെയായി. അതൊക്കെ നമ്മുടെ ഏടുകളിൽ ഇങ്ങനെ ആ സയ്യിആത്തുകളൊക്കെ അധികരിച്ചു വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട്, എന്നോട് ഞാൻ ആദ്യം പറയുന്നു, പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു കാരണവശാലും ഐബത്തും നമീമത്തും പരദൂഷണവും അതുപോലത്തെ കാര്യങ്ങളൊന്നും, കളവ് വഞ്ചന പോലത്തെ കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നാവ് കൊണ്ടും മറ്റവയവങ്ങൾ കൊണ്ടും സംഭവിച്ച എല്ലാ തെറ്റുകളും അർഹമുർ റഹീമായ റബ്ബ് പൊരുത്തപ്പെട്ട് നമ്മുടെ ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ തഅത്തിലാക്കി അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മൾ ആരോടെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐബത്തു നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കുക. ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയവരോടൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ തേടുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ അഅമാലുകളും അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു തആല സംശുദ്ധമാക്കി തരട്ടെ. ധാരാളം രോഗികളുണ്ട്, അല്ലാഹു എല്ലാവർക്കും ആജില ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്. അല്ലാഹു മുത്തുനബിയുടെ ബറക്കത്തോടെ, സഹാബത്തുൽ ബദരീങ്ങളുടെ ബറക്കത്തോടെ, വിശുദ്ധ റമളാനിന്റെ ബറക്കത്തോടെ അല്ലാഹു എല്ലാവർക്കും പെട്ടെന്നുള്ള ശിഫാ നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബിയുടെ ചാരത്ത് ചെല്ലാനും അവിടുന്ന് സലാം പറയാനും അല്ലാഹുവിനെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവിനെ തൗഫീഖ് നൽകണേ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ അഖീബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവിനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നീ സ്വലിഹായ അമലുകളായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ സ്വർഗ്ഗലോകത്തേക്ക് എത്താനുള്ള ഒരു കാരണമാക്കി അല്ലാഹുവിനെ നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.